ഹായ് നമസ്കാരം, വാസ്തുവിദ്യൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു സോഷ്യൽ മീഡിയ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ പറഞ്ഞു നോർത്തിലേക്കും ഈസ്റ്റിലേക്കും ഫേസ് ചെയ്തിരുന്ന വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നോർത്തിലേക്ക് ഫേസ് ചെയ്തുള്ള ഗുണം എന്താണ്, ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തുള്ള ഗുണം എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയാം. നമ്മൾ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിരുന്ന് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തും നമുക്ക് ക്രിയേറ്റിവിറ്റിയും നമുക്ക് ക്ലാരിറ്റി ഓഫ് പർപ്പസും രണ്ടും നമുക്കുണ്ടാവും. ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റിവിറ്റിയും ക്ലാരിറ്റിയുമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതേ സംഭവം നമ്മളിപ്പോൾ നോർത്തിലേക്ക് ഇരിക്കുമ്പോൾ നമുക്കതിലൊരു അഡീഷൻ കൂടെ വരും, വെൽത്ത് അട്രാക്ഷനും കൂടെ നമുക്ക് വരും. അപ്പോൾ അതായത് സാമ്പത്തിക ബെനിഫിറ്റിനും ഫിനാൻഷ്യൽ ഗ്രോത്തിനും നമ്മൾ നോർത്തിലോട്ട് ഫേസ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലാരിറ്റി, ക്രിയേറ്റിവിറ്റി ഇതിനെല്ലാം നമ്മൾ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അപ്പോൾ ഇത് തന്നെ അപ്പോൾ നമ്മളൊരു ഫിലിം എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്തും ഇതേ കാര്യം തന്നെ നമ്മൾ ചെയ്യണം. കാരണം എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ ക്രിയേറ്റിവിറ്റി വേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ അതും ഇങ്ങനെയുള്ള ഒരു എഡിറ്റിംഗ് നമ്മൾ ഫേസ് ചെയ്തിരിക്കേണ്ട ഡയറക്ഷൻ, ഈ രണ്ട് ഡയറക്ഷൻ നോർത്തിലോട്ടും ഈസ്റ്റിലോട്ടും ഫേസ് ചെയ്ത് നമ്മൾ എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വളരെ നന്നായിട്ട് വരും. ഇനി അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൗത്ത് ഫേസ് ചെയ്ത് ഒരിക്കലും ഒരു ക്രിയേറ്റീവ് ജോബ് ചെയ്യാതെ. സൗത്ത് ഫേസ് ചെയ്ത് നമ്മളൊരു ക്രിയേറ്റീവ് ജോബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എനർജി ബ്ലോക്ക് ഉണ്ടാവുകയും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാതെ പോവുകയും ചെയ്യും. അപ്പോൾ സൗത്ത് ഫേസ് ചെയ്യുക ഇതൊക്കെ മൈനർ ടിപ്സാണ്. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സയൻസ് ഒന്നും ഇതിനകത്തില്ല. ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് അറിയാൻ പറ്റും. ഈ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ലേറ്റസ്റ്റ് റിസർച്ച്, പല ആംഗിളിലും നമ്മൾ ഈ വാസ്തുവിൻ്റെ പ്രിൻസിപ്പിൾസിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയിൽ സോഷ്യൽ മീഡിയയിലും കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള ടിപ്പ് എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ആലോചിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ നിർത്തുന്നവരെ നന്ദി, നമസ്കാരം.